രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി ചോര ചീന്തിയ മനുഷ്യർ എവിടെയാണ് അവസാനിക്കുന്നത്? ആ മറന്നുപോയ മനുഷ്യരുടെ കഥയാണ് അനന്തൻകാട്. ഡയറക്റ്റഡ് ബൈ GN കൃഷ്ണകുമാർ. കേരള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെ സ്ഥിരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അധികാരതന്ത്രങ്ങളുടെ പ്രതിഫലനമാണ് സിനിമയിൽ. പാർട്ടിയുടെ നിറമല്ല, അധികാരത്തിന് വേണ്ടി മനുഷ്യരെ ഉപയോഗിച്ചുപേക്ഷിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ നിറമാണെന്ന് മുരളി ഗോപിയുടെ തിരക്കഥയിൽ കാണാം. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത് പഴയകാല രാഷ്ട്രീയ കൊമേഴ്ഷ്യൽ ഡ്രാമ ശൈലി തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കും. ഇപ്പം ഭരണക്കസേര ഉറപ്പിക്കാൻ ഏതു അഴുക്കും ചെയ്യാൻ തയ്യാറായ രാഷ്ട്രീയ ശക്തികളും വർഷങ്ങളോളം അവരുടെ കയ്യിൽ ആയുധങ്ങളായി ജീവിച്ച ഒരു കൊട്ടേഷൻ സംഘവുമാണ് ഈ സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഈ പഴയ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യരെ ആ ഭൂതകാലം വേട്ടയാടുന്നതാണ് സിനിമയുടെ ഒരു ഡ്രാമ എന്ന് പറയുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരേ ഒരു പോസിറ്റീവും. ഇന്ദ്രൻസ് അവതരിപ്പിച്ച കൃഷ്ണൻകുട്ടി എന്ന കഥാപാത്രം സിനിമയ്ക്ക് ഒരു ഇമോഷണൽ ഡെപ്ത് നൽകുന്നുണ്ട്. ഇപ്പം കറുപ്പും ചിന്ന അസയൊക്കെ കഴിഞ്ഞ് സെയിം കോസ്റ്റ്യൂംസിൽ നിന്ന് ഏകദേശം അതുപോലെയുള്ള ഇന്ദ്രൻസ് ഏട്ടന് നെഗറ്റീവ് ഷെയ്ഡിൽ തിളങ്ങുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മുരളി ഗോപി, ദേവ് മോഹൻ, അപ്പാനി ശരത്ത്, വിജയരാഘവൻ, ആര്യ, സുനിൽ, ശാന്തി തുടങ്ങിയവരുടെ നിയന്ത്രിത പ്രകടനങ്ങൾ ഇമോഷണൽ ഡ്രാമയെ ഒരല്പം എൻഗേജിങ് ആക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നെത്തിയ കഥാപാത്രമായി ആര്യയുടെ വെട്രിയുടെ വരവോടെയാണ് സിനിമയ്ക്ക് ഒരു ദിശാമാറ്റം സംഭവിക്കുമെങ്കിലും പ്രഡിക്റ്റബിളായിട്ടുള്ള നാറേറ്റീവ്സ് ഓവറോൾ ഡിസപ്പോയിൻമെൻ്റ് ആകുന്നു എന്നുള്ളതാണ്. അജനീഷ് ലോകനാഥാണ് ഈ സോങ്സും BGM ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പല രംഗങ്ങൾക്കും സംഗീതം കൊണ്ട് ഭാരം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഈ വികാരങ്ങളുടെ തീവ്രത നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരു കാലത്ത് തോക്കുമായി നടന്നവർ ഇന്ന് ഗാനങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന ആശയം സിനിമയുടെ ഏറ്റവും കൗതുകാത്മകമായ ഒരു നിരീക്ഷണമാണ്. ഇപ്പം ഗാനമേള ട്രൂപ്പിൻ്റെ സാന്നിധ്യവും അതിനോട് ചേർന്ന ഈ സംഗീത നിമിഷങ്ങളുമൊക്കെ സിനിമയിൽ കൈപ്പേറിയ ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ അധികാരം നിലനിർത്താൻ എത്ര പേരെ ഉപയോഗിക്കും? അതിലും വലിയ ചോദ്യം, ഉപയോഗിക്കപ്പെട്ട മനുഷ്യന് പിന്നീട് എന്ത് സംഭവിക്കും? ഈ അനന്തൻകാട് അന്വേഷിക്കുന്നത് അതാണ് ശരിക്കും. സിനിമയുടെ അവസാനം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു വിജയിച്ച മുഖമല്ല, ഉപയോഗിക്കപ്പെട്ട ഒരു തലമുറയുടെ മുഖമാണ്. ഒരു കുടുംബം പോലെ ജീവിച്ച മനുഷ്യർ പതിയെ പിരിഞ്ഞു പോകുന്നതിലാണ് സിനിമയുടെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി വർക്കാവുന്നത്. ഇപ്പോൾ ആക്ഷനേക്കാൾ ഫോക്കസ് ചെയ്യുന്നതും ഈ ബന്ധങ്ങളെ തന്നെയാണ്. സിനിമ കുറച്ചെങ്കിലും വേദനിപ്പിക്കുന്നത് ഈ ബന്ധങ്ങൾ തകരുമ്പോഴാണ്. മികച്ച തിരക്കഥയുടെ അഭാവം പ്രകടമാണെങ്കിലും ഇപ്പോൾ ഇന്ദ്രൻസ് ഏട്ടൻ്റെ പ്രകടനത്തിനും ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റിനും ഒരു ആവറേജ് എൻ്റർടൈനർ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന സിനിമയാണ്.